നിന്ന് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമുണ്ട്. ഇടതു വലതു മുന്നണികളുടെ ഒരു വർഗീയ പ്രീണന നയം സ്വാഭാവികമായി വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം ഇത്തരത്തിലുള്ളവർക്ക് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇക്കാര്യത്തിൽ എന്താണ് BJPയുടെ നിലപാട്? ഇത് ഒരു അനുകരണീയമായ മാതൃകയാണ്. കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയുമായും CPM SDP-യുമായും ധാരണയിലാണ്, പരസ്പര സഹകരണത്തിലാണ് ഈ മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കുന്നതെന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ഇത്രയും നാൾ ഒളിച്ചു വെച്ചു, പലരിൽ നിന്നും ആ സത്യം അവർ മറച്ചു വെച്ചു. പക്ഷേ ഇപ്പോൾ പരസ്യമായി SDP CPM-നും വെൽഫെയർ പാർട്ടി കോൺഗ്രസിനും വേണ്ടി മത്സര രംഗത്തുണ്ട്. അവർ ഒരുമിച്ച് സഖ്യകക്ഷികളെ പോലെ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ രണ്ട് പാർട്ടികളും സ്വീകരിച്ചു വന്നിരിക്കുന്ന വർഗീയ നിലപാട് ഒരിക്കൽ കൂടി അവർ ശരിയാണ് എന്ന് തെളിയിക്കുകയാണ്. തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് യാതൊരു വിധത്തിലും ഒരു മറയുമില്ലാതെ ഇപ്പോൾ വർഗീയ രാഷ്ട്രീയം കളിക്കുകയാണ്. ഈ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ രംഗം മലീമസമായി വരും. സത്യസന്ധമായ രാഷ്ട്രീയത്തിന് വിലയില്ലാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഇന്ന് നമ്മിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് സത്യസന്ധമായ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ്, ഒരു ക്രിയാത്മകമായ, രചനാത്മകമായ, ഭാവാത്മകമായ രാഷ്ട്രീയം NDA മുന്നോട്ടേക്ക് വെക്കുന്നത്. BJP NDA മുന്നോട്ട് വെക്കുന്നത് ഈ വർഗീയതയ്ക്കെതിരായ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഒരു മുന്നണിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ഈ മുന്നണിയുടെ വികസന കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ശ്ലാഘിക്കപ്പെട്ടതാണ് പല രീതിയിലും. അത്തരത്തിലൊരു വികസന കാഴ്ചപ്പാട് തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ്യത്തിന് വേണ്ടിയൊരു വികസന കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട്. അത് ആഹാരം, അന്നം, അതുപോലെ തന്നെ പ്രകൃതി, സുരക്ഷിതമായ പ്രകൃതി, ഇത്തരത്തിലുള്ള ഒരു ആശയം തന്നെയാണോ ഇന്നും BJP മുന്നോട്ട്? അന്നം, വെള്ളം, മണ്ണ് എന്ന് പറയുന്നത് ഏതൊരു പൗരൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്. വികസനം എന്ന് പറയുന്നത് ഈ നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ളതാവണം. സസ്റ്റെയിൻ ഡെവലപ്മെൻറ്റാണ് ആവശ്യം. അത് ഇന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനെതിരാണ്. അവർ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി നമ്മുടെ നാടിനെ നശിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വികസന സങ്കല്പങ്ങളെല്ലാം നാശോന്മുഖമാണ്, ക്രിയാത്മകമല്ല. NDA മുന്നോട്ടേക്ക് വെക്കുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഈ പ്രകൃതി വിഭവങ്ങളെയെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ട് സംരക്ഷിച്ചുകൊണ്ടും പരിരക്ഷിച്ചുകൊണ്ടും പാരിസ്ഥിതികമായ ജീവിത ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഉള്ളൊരു വികസന സങ്കല്പമാണ്. അടിസ്ഥാനപരമായി കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ആഹാരം വേണം, ചെയ്യാനൊരു തൊഴിൽ വേണം, കയറിക്കിടക്കാൻ പാർപ്പിടം വേണം, വാണിജ്യം, വ്യാപാരം, വ്യവസായം മേഖലകളിലൊക്കെ കുതിപ്പുണ്ടാകണം. ഈ വികസന സങ്കല്പമാണ് NDAക്കുള്ളത്, BJPക്കുള്ളത്. ഇപ്പോൾ പ്രചരണത്തിൻ്റെ അവസാന ദിവസമാണ്, മൂന്നാം ഘട്ട പ്രചരണത്തിൻ്റെ അവസാന ദിവസമാണ്. സ്വാഭാവികമായും കേരളം മുഴുവൻ യാത്ര ചെയ്ത ഒരു നേതാവെന്ന നിലയിൽ എങ്ങനെയാണ് BJPയുടെ ഒരു പ്രകടനം വിലയിരുത്തുന്നത്? ഞാനിപ്പോൾ 14ാമത്തെ ജില്ലയിലാണ്. മറ്റ് 13 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കി 14ാമത്തെ ജില്ലയിലാണ്. കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ധ്രുവീകരണം നടന്നു വരികയാണ്. LDFനും UDFനും എതിരായിട്ടുള്ള ഒരു വലിയ മാറ്റം ഇന്നുണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് പരിവർത്തനമാണ്. കഴിഞ്ഞ 60-64 വർഷക്കാലമായി കേരളത്തെ മുടിച്ച, ഈ കേരളത്തെ നശിപ്പിച്ച, ഒരു പിന്നോട്ടേക്ക് വലിച്ചു കൊണ്ടുപോയ, കേരളത്തെ കടക്കണിയിലാക്കിയ, നമ്മുടെ ഖജനാവ് കാലിയാക്കിയ ഈ LDFനും UDFനും എതിരെ ഒരു വലിയ ജനവിധി ഉണ്ടാകും. അത് NDAക്കും BJPക്കും അനുകൂലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുക. നാടിതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു ജനമുന്നേറ്റം ഇന്ന് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരായിട്ടുണ്ടായിട്ടുണ്ട്. തീർച്ചയായും അത് NDAയുടെ വിജയത്തിൽ തന്നെയായിരിക്കും അത് കലാശിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി രാജ.